മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കുരുക്ക് മുറുകുകയാണ്. CMRL-നെ വഴിവിട്ട് സഹായിച്ചത് ED പരിശോധിക്കും. കരിമണൽ ഖനനത്തിന് വഴിവിട്ട് അനുമതി നൽകിയെന്നും കേന്ദ്രം തടഞ്ഞിട്ടും അനുമതി നൽകിയത് 4 വർഷത്തോളമാണ് എന്നും EDക്ക് വിവരങ്ങൾ ലഭിച്ചു. ഇതിന് പിന്നിൽ കോടികളുടെ ഇടപാടുണ്ട് എന്നാണ് സംശയം. മാസപ്പടി കേസിൽ വീണയ്ക്ക് പിന്നാലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങുകയാണ്. കരിമണൽ കമ്പനിയായ CMRL-നെ വഴിവിട്ട് സഹായിച്ച നടപടി കൂടി പരിശോധിക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം. കേന്ദ്ര സർക്കാർ കടുത്ത വിലക്കേർപ്പെടുത്തിയിട്ടും 4 വർഷത്തോളമാണ് CMRL-ന് കരിമണൽ ഖനനത്തിനായി സംസ്ഥാന സർക്കാർ ഒത്താശ ചെയ്തത്. ഇടപാടിന്റെ രേഖകൾ പരിശോധിച്ചാൽ വലിയ രീതിയിലുള്ള ഒത്തുകളിയാണ് വ്യക്തമാകുന്നത്. സ്വകാര്യ മേഖലയിലുള്ള കരിമണൽ ഖനനം പൂർണ്ണമായും നിരോധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കുന്നത് 2019-ലാണ്. എന്നാൽ കേന്ദ്ര ഉത്തരവ് നിലനിൽക്കെ CMRL കമ്പനിക്ക് ഖനനം തുടരാൻ സംസ്ഥാനം അനുമതി നൽകുകയായിരുന്നു. നീണ്ട 4 വർഷത്തോളമാണ് ഈ വഴിവിട്ട സഹായം തുടർന്നത്. ഒടുവിൽ 2023-ൽ സംസ്ഥാന സർക്കാർ ഈ അനുമതി റദ്ദാക്കി. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി ആരോപണം പുറത്തുവരികയും അത് വലിയ രാഷ്ട്രീയ വിവാദമാവുകയും ചെയ്തതോടെയായിരുന്നു ഉത്തരവ് റദ്ദാക്കിയത്. ഇടപാടുകൾക്ക് പിന്നിൽ കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് അന്വേഷണ ഏജൻസികളുടെ സംശയം. 1600 കോടിക്കടുത്താണ് ഈ 4 വർഷം കൊണ്ട് CMRL നേട്ടമുണ്ടാക്കിയത്. ഇതിന്റെ വിഹിതമാണോ മാസപ്പടിയായി ഒഴുകിയതെന്ന് ED അന്വേഷിക്കും. മാത്രമല്ല ഈ ഇടപാടിൽ CBI കൂടി അന്വേഷണത്തിനെത്താനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇതും പിണറായി വിജയനെ കൂടുതൽ കുരുക്കിലാക്കും. R. രാജീവ്, ജനം, തിരുവനന്തപുരം.